hello, welcome back to my channel. So, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുർത്ത സെറ്റുകളാണ് കാണിച്ചു തരുന്നത്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, സൈഡിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഹോളിലെ എല്ലാം ഞാൻ കോട്ടൺ മെറ്റീരിയൽ നോക്കിയിട്ടാട്ടോ പർച്ചേസ് ചെയ്തത്. പക്ഷേ വന്നപ്പോൾ അതിൽ ചിലത് കോട്ടൺ മെറ്റീരിയൽ അല്ല. അപ്പോൾ ഞാനത് ഏതൊക്കെയാണെന്ന് പറയാം. പിന്നെ ഇന്നിട്ടിരിക്കുന്ന ഈ ഒരു കുർത്ത മിന്ത്രയിൽ നിന്നാണ്. ഞാൻ ഇതിൻ്റെ ഹോൾ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുർത്ത, ദുപ്പട്ട ആൻഡ് പാൻറ്റിൻ്റെ സെറ്റാണ്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഈ ഒരു കുർത്ത സെറ്റാണ്. കുർത്ത പാൻറ്റ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാട്ടോ. ഇത് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. സൂപ്പർ കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് മുന്നേ എൻ്റെ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. യോക്ക് പോർഷനിൽ വേറൊരു പീസാണ് ഇതാട്ടോ പാൻറ്റിൻ്റെ ഡിസൈൻ. സ്ലീവിൻ്റെ അറ്റത്ത് ഗോട്ടാപ്പട്ടി ലേസ് ഉണ്ട്. അതുപോലെ ഇവിടെ ഉണ്ട് കേട്ടോ ഗോട്ടാപ്പട്ടി ലേസ്. ഇത് സ്ട്രെയിറ്റ് കുർത്തയാണ്. ലൈനിങ് ഒന്നും വരുന്നില്ല കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇതാണ് ദുപ്പട്ട. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. അത്യാവശ്യം നല്ല വീതിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടി അവൈലബിൾ ആണ്. അതിൻ്റെ മുന്നത്തെ ഹോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 610 റുപ്പീസിനാണ്. പിന്നെ ഞാനത് മേടിച്ചത് എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. എനിക്ക് കറക്റ്റ് ആട്ടോ. അടുത്ത് കുർത്ത ആൻഡ് പാൻറ്റിൻ്റെ സെറ്റാട്ടോ. ഈ ഒരു കളർ കോമ്പിനേഷൻ അടിപൊളിയാണ്. ഇങ്ങനെ സ്ട്രൈപ്സ് വരുന്നുണ്ട്. അതിലിങ്ങനെ ഫ്ലോറൽ ഡിസൈനും ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ്. യോക്ക് പോർഷനിലാണെങ്കിൽ ഇവിടെ ത്രെഡ് വർക്ക് ഉണ്ട്, സ്വീക്കൻസും ഒക്കെ ഉണ്ട്. 3/4 സ്ലീവാണ്. ഇത് എ ലൈൻ കുർത്തയാട്ടോ. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് പോക്കറ്റ് ഉണ്ട് കേട്ടോ. ഇതിവിടെ കൊടുത്തിരിക്കുന്ന കോട്ടൺ എന്നാണ്. പക്ഷേ ഇത് പ്യുവർ കോട്ടൺ അല്ല, കുറച്ച് മിക്സ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ്. സെയിം ഫാബ്രിക്കിലാണ് പാൻസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. സെയിം പ്രിൻ്റ് ആട്ടോ. അപ്പോൾ ഞാനത് മേടിച്ച എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. സൈസ് വൈസ് എനിക്കിത് കറക്റ്റ് ആട്ടോ. ഞാനത് പർച്ചേസ് ചെയ്തത് 450 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു പിങ്ക് കളർ കുർത്ത സെറ്റാണ്. എ ലൈൻ കുർത്ത കേട്ടോ. ഇത് ഇങ്ങനെ ഫ്ലോറൽ ഡിസൈനാണ്. പിന്നെ യോക്ക് പോർഷനിലാണെങ്കിൽ ഇവിടെ സ്വീക്കൻസ് ഉണ്ട്, എംബ്രോയ്ഡറി ഉണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. മിറർ വർക്ക്സ് ഉണ്ട്. ഫോയിൽ ടൈപ്പ് മിറർ ആട്ടോ. ഇത് ബാക്ക് നെക്കിലും ഉണ്ട് കേട്ടോ. 3/4 സ്ലീവാണ്. ലൈനിങ് ഒന്നും വരുന്നില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ ഫ്രണ്ടിൽ ഇത്രയും ഭാഗത്ത് ചെറുതായിട്ട് പ്ലീറ്റ്സും വരുന്നുണ്ട്. നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു പീസ് വെച്ചിട്ടുണ്ട്. ആ ഒരു ഡിസൈനാണ് പാൻസിന് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. ഇതും നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടേൻ്റെ ക്വാളിറ്റി എനിക്ക് അധികം ഇഷ്ടമായിട്ടില്ല കേട്ടോ. കുർത്തേൻ്റെയും പാൻറ്റിൻ്റെ അടിപൊളിയാണ്. പക്ഷേ ദുപ്പട്ടയുടെ ക്വാളിറ്റി അത്ര പോരാ. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ ദുപ്പട്ട. ഈ ദുപ്പട്ടയിലാണെങ്കിൽ ഇങ്ങനെ പെയിൻറ്റ് വർക്ക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് ഒട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത്ര വൃത്തിയില്ല. നീളവും വീതിയൊക്കെ ഉണ്ട്. പക്ഷെ ക്വാളിറ്റി എനിക്ക് അധികം ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തതിൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. എനിക്ക് കറക്റ്റാണ്. ഞാനത് പർച്ചേസ് ചെയ്ത് 706 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു കുർത്ത സെറ്റാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. വീനെക്കാണ്. നെക്കിൻ്റെ ഇവിടെ ആണെങ്കിൽ 2 ഡിസൈൻസ് വരുന്നുണ്ട്. 2 ബോർഡർ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഗോട്ടാപ്പട്ടി ലേസ് ഉണ്ട്. പിന്നെ ഏറ്റവും താഴെ നോർമൽ ലേസും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്ലീവിൻ്റെ അറ്റത്തും ഉണ്ട് 2 ബോർഡർ. അതിൻ്റെ ഇടയ്ക്ക് ഗോട്ടാപ്പട്ടി ലേസ്, അറ്റത്ത് കോട്ടൺ ലേസ്. സ്ലീവിൻ്റെ അറ്റത്തുള്ള ലേസ് വേറെ ആട്ടോ. നെക്കിൻ്റെ ഇവിടെയുള്ള ലേസ് അല്ല. ഇത് സ്ട്രെയിറ്റ് കുർത്തയാണ്. ലൈനിങ് ഒന്നും വരുന്നില്ല കേട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. ഈ ഒരു മെറ്റീരിയൽ തന്നെ വേറെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. പാൻറ്റ് വേറെ പ്രിൻറ്റിലാണ്. മൊത്തം ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റ് ആട്ടോ. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. ഇതാണ് ദുപ്പട്ട. അത്യാവശ്യം നല്ല വീതിയൊക്കെ ഉണ്ട്. സോ ഇത് ഞാൻ പർച്ചേസ് ചെയ്തതിൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. എനിക്ക് കറക്റ്റാണ്. ഇതിൻ്റെ വേറെ 3 കളർ ചേഞ്ചസും കൂടി അവൈലബിൾ ആട്ടോ. വേറൊരു കളർ ചേഞ്ച് എൻ്റെ മുന്നത്തെ ഹോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 504 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന കുർത്തയാണ്. ഇതാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന കോട്ടൺ എന്നാട്ടോ, പക്ഷേ ഇത് കോട്ടൺ മെറ്റീരിയൽ അല്ല, ഒരു പോളിസ്റ്റർ മിക്സ് പോലത്തെ മെറ്റീരിയലാട്ടോ. പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് പോർഷൻ്റെ ഫിറ്റിംഗ് എനിക്ക് ഇഷ്ടമായിട്ടില്ല. ചെസ്റ്റ് പോർഷൻ മാത്രം കുറച്ച് ലൂസാട്ടോ എനിക്ക്. ഞാൻ മേടിച്ചതിൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് ലേസ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ലേസ്. ബാക്ക് നെക്കിലും ഉണ്ട്. എ ലൈൻ കുർത്തയാട്ടോ. ഏറ്റവും അടിയിൽ ലേസ് ഉണ്ട്, ഫ്രണ്ടിലും ബാക്കിലും. പിന്നെ മേളത്തെ പോർഷനിൽ ലൈനിങ് വരുന്നുണ്ട്, താഴത്തേക്കില്ല, സ്ലീവ്സിലും ഇല്ല കേട്ടോ. പിന്നെ താഴത്തേക്കുള്ള ഫ്ലെയർ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് അല്ല കേട്ടോ കട്ടിങ്, പിക്ചറിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ്. ആൻഡ് ഇതാണ് പാൻസ്, ബാക്കിലാണ് എലാസ്റ്റിക്. പാൻറ്റും കുർത്തേൻ്റെ സെയിം മെറ്റീരിയലാണ്. ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടയുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന ചാന്തേരി കോട്ടൺ എന്നാട്ടോ. അപ്പോൾ കുർത്തേൻ്റെയും പാൻറ്റിൻ്റെയും മെറ്റീരിയൽ ഇവിടെ കോട്ടൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ കോട്ടൺ മെറ്റീരിയൽ അല്ല. ആൻഡ് കുർത്തയുടെ ഫിറ്റിംഗ് എനിക്ക് അധികം ഇഷ്ടമായിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടി അവൈലബിൾ ആണ്. ഞാനത് പർച്ചേസ് ചെയ്ത് 752 റുപ്പീസിനാണ്. അതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.